നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയദർശിനി ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകാർക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി മാറിയെന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തയാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സിൽ കൂടുതൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളാണ്. ആ സ്ത്രീകൾ പ്രിയദർശിനി ആശ്രയിച്ചു തുടങ്ങിയതോടെ പ്രൈവറ്റ് ബസ്സുകാർക്ക് അവരുടെ കളക്ഷനിലൊക്കെ വലിയ കുറവ് രേഖപ്പെടുന്നു. ഇത്രയും ദിവസം കൊണ്ട് തന്നെ വലിയ നഷ്ടം. പലരും ഈ ഒരു സർവീസ് അവസാനിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് വരെ കടക്കുന്ന സാഹചര്യമുണ്ടായി. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിനെ തുടർന്ന് യാത്രക്കാർ അക്ഷരാർത്ഥത്തിൽ പ്രൈവറ്റ് ബസ്സിനെ കൈവിട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ നഷ്ടത്തിലായ സ്വകാര്യ ബസ്സുകൾ വലിയ ദുരിതം നേരിടുന്നതിനിടയിൽ സ്വകാര്യ ബസ്സുകളെ രക്ഷിക്കാൻ KSRTC ബസ്സുകളുടെ സമയം പുനഃക്രമീകരിക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി CP ജോൺ എന്തെങ്കിലും പ്രൈവറ്റ് ബസ്സുകാർ ഈ ഒരു സർവീസ് അവസാനിപ്പിക്കരുത്, മറിച്ച് മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും പ്രൈവറ്റ് ബസ്സുകാരുടെ പരാതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ KSRTC ബസ്സുകളുടെ സമയം പുനഃക്രമീകരിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ്. സ്വകാര്യ ബസ്സുകളുമായി മത്സരിച്ചോടിയിരുന്ന പാതകളിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ ഓർഡിനറി ബസ്സുകളുടെ ഷെഡ്യൂൾ പുനഃക്രമീകരിക്കാനാണ് നീക്കം. സ്വകാര്യ ബസ്സുകൾക്കും യാത്രക്കാരെ കിട്ടുന്ന വിധത്തിൽ KSRTC ബസ്സുകളുടെ യാത്രാ സമയത്തിൽ 5 മുതൽ 10 മിനിറ്റ് വരെ മാറ്റം വരുത്തുക എന്ന തീരുമാനത്തിലേക്കാണ് കടക്കുന്നത്. 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 40% ഷെഡ്യൂളുകൾ സ്വകാര്യ ബസ്സുകാരെ ബാധിക്കുന്ന വിധത്തിലാണെന്നാണ് പ്രാഥമിക നിഗമനം. വരുമാനം പരമാവധി ഉയർത്താനുള്ള നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ ഷെഡ്യൂളുകളാണ് ഇപ്പോഴുമുള്ളത്. ചില പാതകളിൽ യാത്രക്കാരെ കിട്ടാൻ സ്വകാര്യ ബസ്സുകളുമായി മത്സര ഓട്ടം നടത്തേണ്ടതുണ്ട്. റൂട്ട് കോൺഫറൻസുകളിൽ സ്വകാര്യ ബസ്സുകാരുമായി തർക്കിച്ച് കൂടുതൽ യാത്രക്കാരെ കിട്ടുന്ന സമയവും സ്വന്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാരുള്ള സ്വകാര്യ ബസ്സുകൾക്ക് മുന്നിൽ KSRTC ഓർഡിനറി ബസ്സുകൾ ഓടിക്കുന്ന ഒരു രീതി കൂടി കണ്ടിരുന്നു. പരമാവധി വരുമാനം ഉണ്ടാക്കണമെന്ന സമ്മർദ്ദമാണ് ഡിപ്പോ മേധാവികളെ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നയിച്ചത്. സൗജന്യ യാത്ര പ്രഖ്യാപിച്ചപ്പോഴും ഇതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ചില പാതകളിൽ ആവശ്യത്തിലധികം പ്രിയദർശിനി ഓർഡിനറികൾ ഉള്ളതായും പരാതികൾ ഉയരുന്നുണ്ട്. അതേസമയം മറ്റു ചില റൂട്ടുകളിൽ സൗജന്യ യാത്ര പരിമിതവും. സർക്കാർ നൽകുന്ന സൗജന്യ യാത്രയുടെ ഗുണം കൂടുതൽ ബസ്സുകളുള്ള തെക്കൻ ജില്ലകളിൽ പോലും എല്ലാ റൂട്ടുകളും കിട്ടുന്നില്ല എന്നതടക്കമുള്ള പരാതിയും ഒരു വശത്ത് ശക്തമാണ്. തിരുവനന്തപുരം നഗരത്തിലെ 320 സിറ്റി ഫാസ്റ്റുകളിലും ചില റൂട്ടുകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഓട്ടം. അതേസമയം മറ്റു ചില പാതകളിൽ പൂർണ്ണമായും പ്രിയദർശിനി ബസ്സുകൾ മാത്രമാണുള്ളത്. സ്വകാര്യ ബസ്സുകാരുമായി റൂട്ട് പങ്കിടുന്ന മേഖലകളിൽ പ്രിയദർശിനി പദ്ധതി തുടങ്ങിയ ശേഷം സ്വകാര്യ ബസ്സുകാരുടെ വരുമാനത്തിൽ പ്രതിദിനം 1500 മുതൽ 2000 രൂപയുടെ വരെ കുറവുണ്ടാകുന്നുവെന്നാണ് മന്ത്രി CP ജോൺ നിയമസഭയിൽ വ്യക്തമാക്കിയത്. നികുതിയിൽ 50% ഇളവ് നൽകി. പക്ഷേ ഇത്രയും നഷ്ടം സഹിച്ച് പിടിച്ചു നിൽക്കാൻ സ്വകാര്യ ബസ്സുകൾക്ക് സാധിക്കില്ല. 10 വർഷത്തിന് മുൻപ് 24,000 സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നു സംസ്ഥാനത്ത്. എന്നാൽ ഇപ്പോൾ അവയുടെ എണ്ണം 8,000-ൽ താഴെയാണ്. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പ്രിയദർശിനി പദ്ധതി കാരണം സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ നിന്ന് പിന്മാറുന്ന സ്ഥിതി ഉണ്ടായാൽ സർക്കാർ നയത്തിന് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചന പലയിടങ്ങളിൽ നിന്നും ഉയർന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് KSRTCയുടെ റൂട്ട് പുനഃക്രമീകരിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം, ഒരു ശാശ്വത പരിഹാരമല്ല എങ്കിലും ഒരു താൽക്കാലിക പരിഹാരം കാണാനുള്ള നീക്കങ്ങൾ ഒരുങ്ങുന്നത്. പദ്ധതിയുടെ അവലോകനത്തിന്റെ ഭാഗമായിട്ടാകും ഇത് നടപ്പാക്കുക. പ്രിയദർശിനി പദ്ധതിയിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ 30% വർധനവുണ്ടായതിന്റെ നേട്ടവും KSRTCക്ക് തന്നെയാണ് കിട്ടുന്നത്. ടിക്കറ്റ് തുക സർക്കാർ നൽകുന്നതിനാൽ വരുമാനത്തിൽ വലിയ രീതിയിലുള്ള വർധനവുണ്ട്. പക്ഷേ പ്രൈവറ്റ് ബസ്സുകാരെ സംബന്ധിച്ച് ഇത് കനത്ത തിരിച്ചടിയായി മാറുകയാണ്. എന്തായാലും ഈ പ്രിയദർശിനി നടപ്പിലാക്കിയ ആ ദിവസം തന്നെ മലയാളി വാർത്ത പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു പ്രതികരണം ആരാഞ്ഞിരുന്നു. അന്ന് അവർ വളരെ, അതായത് ഇതൊരു തിരിച്ചടിയാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ്, ആശങ്ക ഉണ്ട് എന്നതടക്കമുള്ള പ്രതികരണമാണ് മലയാളി വാർത്തയോട് നടത്തിയത്. അവരുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. പഴയൊന്നും പകുതി പോലും ഇല്ല കളക്ഷൻ. ആള് ഒരുപാട് കുറവ്. ഫ്രീ വണ്ടി ഉണ്ടോ ഓടയില്ലേ ഓടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കയറി ടിക്കറ്റ് ഇപ്പൊ കൊടുക്കാന്ന് വിചാരിച്ചു. മുതലാളിമാർക്കല്ലേ ഉള്ളൂ, നമുക്ക് ജോലി ഇല്ലെന്നല്ലേ ഉള്ളൂ. മുതലാളിമാരല്ലേ ഇതൊക്കെ ചെയ്യണ്ടോ, നമ്മളല്ലല്ലോ. നമുക്കിപ്പം സമരം നടത്താന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനും സഹകരിക്കില്ല. കുറച്ചേത് സഹകരിക്കും, കുറച്ചേത് കളക്ഷൻ ഉള്ള വണ്ടികളുണ്ട് കുറെ. അവർ ജോലി നോക്കും, നമ്മൾ ഇതിനെതിരെ പോകണം. നമ്മളിനി വേറെ എന്തെങ്കിലും പണി കണ്ടെത്തണം. 10-30 വർഷമായി ഇതിൽ വിഷമാവസ്ഥയിലാണ്. മുതലാളി കളക്ഷൻ ഇല്ലെങ്കിൽ ഒതുക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. വിഷയത്തിന് വണ്ടി ഒതുക്കിയിടാന്ന് വിചാരിച്ചു. ഇല്ല, അവർ മുതലാളിമാർ ചർച്ചയ്ക്കൊക്കെ പോയല്ലോ. അവർക്കല്ലേ അറിയാലോ ഇതിന്റെ കാര്യം, നമുക്കറിഞ്ഞൂടെ. അടുത്ത വണ്ടി ഇന്ന് ഓടിയിട്ട് ഇന്ന് എന്തിനാണെന്ന് നോക്കിയിട്ട് വണ്ടി ഒതുക്കാന്നാ പറയുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതുപോലെ പോകുന്നുണ്ട്. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല.
പഴയ ആൾക്കാരൊക്കെ വിചാരിച്ചത്ര ഒരു ആശങ്കയില്ല. ഇല്ല. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ അത് ബാധിക്കുന്ന ആശങ്കയുണ്ടോ? മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഉണ്ടാവുമെന്നാണ് ആശങ്ക. ഇപ്പൊ കുഴപ്പമില്ല. ഓടി എന്തെങ്കിലും പ്രതിഷേധം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ഒന്നും ആയിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. നിലവിൽ ആദ്യത്തെ ദിവസം ആയതേ ഉള്ളൂ. അപ്പൊ ഇതുവരെ കുഴപ്പമില്ല. കുഴപ്പമില്ല. പ്രൈവറ്റ് സർവീസിനൊക്കെ ബാധിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പഴയ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. വിചാരിച്ചത്ര ആശങ്കയില്ല. വിചാരിച്ചത്ര കുഴപ്പമൊന്നുമില്ല. ഇനി മുന്നോട്ട് പോകുമ്പോ എന്തെങ്കിലും ആശങ്കയുണ്ടോ? മുന്നോട്ട് പോകുമ്പോ എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഒന്നുമില്ല. എന്തോ നമുക്ക് തോന്നുന്നു നമ്മുടെ ആളെന്നുള്ള നിനക്ക് അവിടെ 4 ബസ്സല്ലേ ഉള്ളൂ ഇവിടെ ഓർഡിനറി ആയിട്ട്. 10 മണിക്ക് ജോലിക്ക് കയറാനുള്ള ഒരാൾക്ക് 11 മണിക്ക് ഓർഡിനറി പറഞ്ഞാൽ ഓക്കെ ഇരിക്കാൻ പറ്റും. പ്രൈവറ്റ് ബസ് കൈവിടത്ത് വനിതകളുണ്ട്. സർവീസ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഓട്ടത്തേക്ക് ബാധിക്കുന്നുണ്ടോ? ഇത്രയും നേരമുള്ള ഒരു കടക്കത്തിൽ എന്ത് തോന്നുന്നു? കുറവാണ്. വനിതകളൊക്കെ ഒരുപാടുണ്ട്. അവര് ഓർഡിനറി നോക്കി പോകുന്നില്ല, പ്രൈവറ്റ് ആശ്രയിക്കുന്നുണ്ട് അല്ലേ? പഴയ ഓട്ടത്തിൽ നിന്നും ബാധിക്കുന്നുണ്ട്. ഉണ്ട്. ആൾക്കാർ കുറവുണ്ട്. എല്ലാ ദിവസത്തെ അപേക്ഷിച്ച് ആൾക്കാർ കുറവുണ്ട്. ഇപ്പൊ എത്ര തുടങ്ങിയതിനു ശേഷം എത്ര സർവീസ് കഴിഞ്ഞു? ഇന്നാണ് സർവീസ് തുടങ്ങി. എത്ര സർവീസ് കഴിഞ്ഞു? നമുക്കാ ഒരു 7. അപ്പൊ ബാധിക്കുന്നുണ്ട്. ആശങ്കയുണ്ടോ ഭാവിയില്? വണ്ടി നേരത്തെ വരെ ഈ കണക്കാണ്. ആണോ? അങ്ങനെ ഒരു ആശങ്കയുണ്ട്. എന്താണ് ഇതുവരെയുള്ള സർവീസ് നോക്കുമ്പോ ആൾക്കാർ കുറവുണ്ടോ? ഈ വണ്ടി ബൈ റൂട്ട് വണ്ടിയാണ്, മുടവമ്പോൾ പോണ വണ്ടിയാണ്. ആ ഭാഗത്ത് വലുതായിട്ട് KSRTC ഇല്ല. അതുകൊണ്ട് ഈ വണ്ടി വലുതായിട്ട് ബാധിക്കുന്നില്ല. ബാക്കി വണ്ടികളൊക്കെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ വയലിക്കട വണ്ടി വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പൊട്ടല, ഒരു ആളില്ല, പഴയ കണക്കല്ല, വണ്ടി കളക്ഷൻ ഇല്ല. ഇതുവരെ ആകുമ്പോഴത്തേക്ക് ഒരു ടാർഗറ്റ് കളക്ഷൻ ഉദ്ദേശിച്ചത് അത് ഇതുവരെ ആയിട്ടില്ലെന്നാണ് പറയുന്നത്. ടാർഗറ്റ് ഒരു ദിവസം 12 രൂപ, 13 രൂപ, 14 രൂപ ഇവിടുന്ന വണ്ടികളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ 8 രൂപ 9 രൂപ ആകുമ്പോഴത്തേക്ക് അത് സർവീസിനെ ബാധിക്കും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ബാലൻസ്, ഡീസൽ ഇതെല്ലാം കൂടെയൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്ക് ഒരാളെങ്കിൽ ലാസ്റ്റ് ഒന്നും കാണത്തില്ല. അതാണ് പറയുന്നത്. പരാതി കൊടുത്തിട്ട് എന്ത് ചെയ്യും? ആർക്ക് പരാതി കൊടുക്കാൻ? നമ്മൾ ആരടുത്ത് പറയാനായിട്ട്? വളരെ മോശമാണ്. പിന്നെ കാട്ടാക്കടയിൽ നിന്നും തമ്പാനൊരു ഫ്രീ സർവീസ് ഉള്ളതോ എല്ലാവരും കയറിയാണ് പോകണം. സ്ത്രീകൾ മൊത്തം അതിലാണ് കയറി പോകുന്നത്. നമുക്കിപ്പം ഇത് ഇന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ. വരെ അറിയാൻ പറ്റുമോ? ഇന്ന് വളരെ ആള് മോശമാണ്. ആരുമില്ല, തോന്നുന്നുണ്ടോ? അവിടെ ആരുമില്ല, കുറവുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് പോലും ഇല്ല. വെളിയിലാക്കെയാണ് പിടിച്ചോണ്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ നേരത്തെ ഉണ്ട്. ആരും ഇതിനെപ്പറ്റി മുന്നിട്ടൊന്നും സംസാരിക്കാറുമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന്റെ കാര്യം തീരുമാനങ്ങളാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.